പല ആൾക്കാരും ഈ ബിഗ് ബോസിനെ കുറ്റം പറയാറില്ലേ? ഉം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ബിഗ് ബോസിൽ പോയെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറില്ലേ? എന്താണ് ഈ റിപ്പോർട്ടറിൽ നടക്കുന്നത്? 4 പേരിരുന്ന് 4 അഭിപ്രായം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന കാണാൻ പ്രേക്ഷകർ കൂടി. ഇതല്ലേ ബിഗ് ബോസ്? ബിഗ് ബോസിലെ 18 പേർ 18 അഭിപ്രായങ്ങൾ പറയുമെന്നും അതിന്റെ പേരിൽ ഇവർ കിടന്ന് അടിയുണ്ടാക്കുമെന്നും വിവിധങ്ങളായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ ജനങ്ങൾ ശരികൾ കണ്ടെത്തണം. ഇതാണല്ലോ ബിഗ് ബോസിന്റെ രീതി. അതിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. മാറുന്ന കാലത്താണ് ന്യൂ ഏജ് ജേർണലിസത്തിനോട് നമ്മൾ മാധ്യമ പരിചയപ്പെട്ട് തുടങ്ങണം. മാധ്യമപ്രവർത്തകൻ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നത്? അവൻ സത്യം പറഞ്ഞാൽ പോരെ? അവൻ സത്യം പറഞ്ഞാൽ പോരെ? ഇപ്പൊ ഈ കഴിഞ്ഞ 8 വർഷം ഞാനൊരു സ്വതന്ത്ര വ്യക്തി, ഒരു സ്വതന്ത്ര ഈ രാജ്യത്ത് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ആളാണ് ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരൻ. ഉം. അവന് മാത്രമേ എല്ലാം തുറന്നു പറയാൻ പറ്റൂ. ഉം. സർക്കാർ ഉദ്യോഗസ്ഥന് പറയാൻ പറ്റത്തില്ല, ഭരണാധികാരികൾക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ജനപ്രതിനിധികൾക്ക് പറയാൻ പറ്റത്തില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാം. ഉം. ഇനി എനിക്കത് പറ്റത്തില്ല. കാര്യം ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് ഉം. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. അപ്പം നിയന്ത്രണങ്ങൾ ഇല്ലാതിരുന്ന ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരന്റെ സ്വാതന്ത്ര്യമായിരുന്നു അഭിപ്രായങ്ങൾ തുറന്നു പറയുക എന്നുള്ളത്. ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് ചില അഭിപ്രായങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിരുന്നു, ചില അഭിപ്രായങ്ങൾ BJPക്ക് അനുകൂലമായിരുന്നു. ഓരോരുത്തരും അവർക്ക് വേണ്ടത് സ്വീകരിച്ചു, അല്ലാത്തപ്പോൾ തള്ളിക്കളഞ്ഞു. ഞാൻ രാഷ്ട്രീയം സ്വീകരിച്ച സമയത്ത്, രാഷ്ട്രീയം മാറി എന്ന് പറയുന്നത് ശരിയല്ല, ഞാൻ രാഷ്ട്രീയം സ്വീകരിക്കുന്ന സമയത്ത് അതേ സ്വതന്ത്ര കാഴ്ചപ്പാട് പിന്തുടരുന്ന, ഡെവലപ്മെന്റ്സ് മാത്രം പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് ഞാൻ ചേരുന്നത്.